നമസ്കാരം. ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 6. അധ്യായം 6 10 ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ പറഞ്ഞത് വിഷ്ണുവിൻ്റെ തല തെറിച്ചു പോകുന്നതും ഒരു കുതിരത്തല അവിടെ വെച്ച് യോജിപ്പിക്കുന്നതുമാണ്. അങ്ങനെ ഭഗവാൻ ഹയഗ്രീവനായി തീർന്നു. ഹയഗ്രീവൻ എന്ന അസുരനാണെങ്കിൽ ഈ സമയത്ത് ഒരു വരം യാചിച്ച് തപസ് ചെയ്യുകയായിരുന്നു. അവൻ വരപ്രമത്തിനായി വരം കിട്ടിയതുകൊണ്ട് മുനിമാരെയും വേദങ്ങളെയും ഒക്കെ ഹിംസിക്കാൻ തുടങ്ങി. അവൻ വരമായി യാചിച്ചത് തനിക്ക് ആരാലും കൊല്ലപ്പെടരുത്, താൻ ഹയഗ്രീവിനെ കൊണ്ട് മാത്രമേ, അതായത് തന്നെ കൊണ്ട് മാത്രമേ താൻ കൊല്ലപ്പെടാവൂ എന്നുള്ള വരമാണ് യാചിച്ചത്. ആ വരം ദേവി കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഭഗവാൻ ഹയഗ്രീവനായിരിക്കുന്നതിന് ഉള്ള ഒരു കാരണം അതാണ്. ഹയഗ്രീവന് മാത്രമേ ഹയഗ്രീവനെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാകുവാനുള്ള ഒരു കാരണം അതാണ്. ഭഗവാന്റെ തല തെറിച്ചുപോയി കുതിരത്തല ഘടിപ്പിക്കാനുള്ള ഒരു കാരണം ഇതാണ്. ഹയഗ്രീവനാൽ തന്നെ ഹയഗ്രീവൻ കൊല്ലപ്പെടണമെന്നുള്ളത്. അഥ ഷഷ്ടോധ്യായഃ. മധു കൈടഭന്മാരുമായുള്ള യുദ്ധശ്രമം. ഋഷയ ഊചു. ശ്ലോകം 1. സൗമ്യയച്ഛത്വയാ പ്രോക്തം ശൗരേർയുദ്ധം മഹാർണവേ മധു കൈടഭയോ സാർത്ഥം 5 വർഷസഹസ്രകം. അർത്ഥം: ഹേ സൗമ്യ, അങ്ങ് പറഞ്ഞുവല്ലോ ശൗരി മഹാർണവത്തിൽ വെച്ച് മധു കൈടഭന്മാരോട് 5000 വർഷം യുദ്ധം ചെയ്തെന്ന്. ശ്ലോകം 2. കസ്മാത്തൗ ദാനവൗ ജാതൗ തസ്മിന്നേകാർണവേ ജലേ മഹാവീര്യോ ദുരാധർഷൗ ദേവൈരപി സുദുർജയൗ. എങ്ങും സമുദ്രജലമായിരിക്കെ മഹാപരാക്രമികളും അടക്കാനാവാത്തവരും ദേവന്മാർക്ക് പോലും ജയിക്കാൻ കഴിയാത്തവരുമായ അവർ എവിടെ നിന്ന് ഉണ്ടായി? ശ്ലോകം 3. കഥം താവാസുരൗ ജാതൗ കഥം ജഹരിണാഹതൗ തദാ ചക്ഷ്വമഹാപ്രജ്ഞ ശരിതം പരമാത്ഭുതം. ആ 2 അസുരന്മാർ എങ്ങനെ ജനിച്ചു? ഭഗവാൻ ഹരി അവരെ എങ്ങനെ കൊന്നു? വിജ്ഞനായ സൂത, അത്യന്തം അത്ഭുതാവഹമായ ആ കഥ അവിടുന്ന് പറഞ്ഞാലും. ശ്ലോകം 4. ശ്രോതുകാമാ വയം സർവേ ത്വം വക്താ ച ബഹുശ്രുതഃ ദൈവാച്ചാത്രൈവ സംജാതഃ സംയോഗാച്ഛ തഥാ വയോഃ. കഥ കേൾക്കാൻ കൊതി പൂണ്ടിരിക്കുന്നവരാണ് ഞങ്ങളെല്ലാം. പറയുന്ന അങ്ങ് കഥാവക്താവെന്ന് കീർത്തി കേട്ടവനും. ദൈവാധീനം കൊണ്ട് നമ്മൾ ഇരുകൂട്ടരും ഒത്തുചേരുകയും ചെയ്തിരിക്കുന്നു. ശ്ലോകം 5.
മൂർഖേണ സഹ സംയോഗോ വിഷാദപി സുദുർജരഃ വിജ്ഞേന സഹ സംയോഗഃ സുധാരസസമസ്മൃതഃ. മൂർഖനോട് കൂടിച്ചേരുക എന്നത് വിഷത്തേക്കാൾ ഭയമുണ്ടാക്കുന്നതാണ്. വിജ്ഞനുമായുള്ള സമ്പർക്കം അമൃത തുല്യവുമാണെന്ന് പറയപ്പെടുന്നു. ശ്ലോകം 6. ജീവന്തി പശവഃ സർവേ ഖാദന്തി മേഹയന്തി ച ജാനന്തി വിഷയാകാരം വ്യവായ സുഖമത്ഭുതം. ജീവികളെല്ലാം ഭക്ഷിച്ചും വിസർജിച്ചും കഴിയുന്നു. വിഷയങ്ങളെ മുൻനിർത്തിയുള്ള അത്ഭുതകരമായ ഭോഗസുഖം അറിയുന്നു. യഥാർത്ഥമായ ജീവിതമെന്തെന്നോ സുഖമെന്തെന്നോ അവർ അറിയുന്നില്ല. ശ്ലോകം 7. ന തേഷാം സദസജ്ഞാനം വിവേകോ ന ച മോക്ഷദഃ പശുഭിസ്തേ സമാജ്ഞേയ യേഷാം ന ശ്രവണാദരഃ. അവർക്ക് സദസജ്ഞാനമോ മോക്ഷപ്രദമായ വിവേകമോ ഇല്ല. പുരാണാദി കഥകൾ ശ്രവിക്കുന്നതിൽ താൽപ്പര്യമില്ലാത്ത അവർ മൃഗതുല്യരാണെന്ന് അറിയണം. ശ്ലോകം 8. മൃഗാദ്യാ പശവഃ കേചിത് ജാനന്തി ശ്രാവണം സുഖം അശ്രോതാ ഫലനൈച്ഛൈവ മുമുഹുർനാദപാനതഃ. മാൻ തുടങ്ങിയ ചില മൃഗങ്ങളും ശബ്ദസുഖം ആസ്വദിക്കുന്നുണ്ട്. കാതില്ലാത്ത പാമ്പുകളും നാദാസ്വാദനത്താൽ മുഗ്ധരാകുന്നുണ്ടല്ലോ. ശ്ലോകം 9. പഞ്ചാനാമിന്ദ്രിയാണാം വൈ ശുഭേ ശ്രവണദർശനേ ശ്രവണാദ്വസ്തു വിജ്ഞാനം ദർശനാചിത്തരഞ്ജനം. 5 ജ്ഞാനേന്ദ്രിയങ്ങളിൽ വെച്ച് പ്രധാനപ്പെട്ടവ ചെവിയും കണ്ണുമാണ്. കേൾവി കൊണ്ട് വസ്തുജ്ഞാനവും കാഴ്ച കൊണ്ട് മനപ്രീതിയും ഉണ്ടാകുന്നു. ശ്ലോകം 10. ശ്രവണം ത്രിവിധം പ്രോക്തം സാത്വികം രാജസം തഥാ താമസം ച മഹാഭാഗാഃ സുജ്ഞോക്തം നിശ്ചയാന്വിതം. മഹാഭാഗന്മാരെ, ശ്രവണം തന്നെ സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ 3 തരത്തിലുണ്ടെന്ന് വിദ്വാൻമാർ ഊന്നി പറഞ്ഞിട്ടുമുണ്ട്. അധ്യായം 6 ദേവി ഭാഗവതം അധ്യായം 6 10 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.